വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് വാട്സപ്പ് സ്റ്റാറ്റസ്. വാട്സപ്പ് സ്റ്റാറ്റസിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. വാട്സപ്പിനകത്ത്, അതായത് വാട്സപ്പ് സ്റ്റാറ്റസിനകത്തുള്ള 3 കിടിലൻ ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ആ 3 ടിപ്സുകളെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. നമ്മുടെ സുഹൃത്തുക്കൾ അയച്ച വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോകൾ കാണാൻ സാധിക്കും, ഫോട്ടോകൾ കാണാൻ സാധിക്കും. വാട്സപ്പ് സ്റ്റാറ്റസിൽ ആദ്യത്തെ ടിപ്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസിലെ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു വിരൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വാട്സപ്പിലെ സ്റ്റാറ്റസിലെ വീഡിയോകളൊക്കെ പോസ് ചെയ്യുക. പക്ഷേ ആ ഒരു വിരൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും പ്ലേ ആവുകയും ചെയ്യും. പക്ഷെ നമുക്കിതൊന്ന് പൗസ് ചെയ്ത് വെക്കണം. സദാസമയം നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ 3 വിരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോക്ക് ഒന്ന് ടാപ്പ് ചെയ്യുക. ജസ്റ്റ് ആ വീഡിയോയിലൊന്ന് ടച്ച് ചെയ്ത് 3 വിരൽ ഉപയോഗിച്ച് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ ആ ഒരു വീഡിയോ പൗസായി നിൽക്കും, അതായത് സ്റ്റോപ്പായിട്ട് നിൽക്കും. വീണ്ടും നിങ്ങൾക്കത് പ്ലേ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ 3 വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് വാട്സപ്പ് സ്റ്റാറ്റസിലെ നമ്മൾ ആദ്യത്തെ ടിപ്സ്. രണ്ടാമത്തെ ടിപ്സ്, വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ നല്ല നല്ല വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യും. ഇങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസ് നല്ല നല്ല വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചില സുഹൃത്തുക്കൾ നമ്മുടെ വാട്സപ്പിൽ ചോദിക്കും, ആ ഒരു വീഡിയോ എനിക്കൊന്ന് അയച്ചു തരുമോയെന്ന്. നമ്മളെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ വീഡിയോ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഗാലറിയിൽ പോയി അവർക്ക് ആ ഒരു വീഡിയോ കണ്ടെത്തി അവരുടെ കോൺടാക്റ്റ് എടുത്ത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. പക്ഷെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് അതിനു വേണ്ടി നമ്മുടെ സ്റ്റാറ്റസ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഇവിടെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഈ വീഡിയോ കാണുന്ന വ്യക്തികളെ നമുക്ക് താഴെ ഭാഗത്ത് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മളിവിടെ ഏറ്റവും മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏതൊരു സുഹൃത്തിനാണോ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടെങ്കിൽ ആ സുഹൃത്തിന് ഇതുപോലെ ടാപ്പ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ ആ ഒരു വീഡിയോ ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗാലറിയിലേക്ക് പോവേണ്ട, ആ വ്യക്തിയുടെ കോൺടാക്റ്റ് കണ്ടെത്താൻ പ്രയാസപ്പെടേണ്ട, ജസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ ടിപ്സ്, വാട്സപ്പ് സ്റ്റാറ്റസിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ സോങ്ങിനകത്തുള്ള വീഡിയോ പ്ലേ ചെയ്യണം. നമുക്ക് ജസ്റ്റ് ആ ഒരു സോങ് മാത്രം വാട്സപ്പ് സ്റ്റാറ്റസിൽ വെച്ചാൽ മതിയെങ്കിൽ, ഇപ്പോൾ നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലൊക്കെ പാട്ടുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും, സോങ്ങുകൾ. ഈ സോങ്സുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആ സോങ്സിനകത്തുള്ള വീഡിയോ അടക്കമായിരിക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാതെ നമുക്ക് ആ വീഡിയോക്കകത്തുള്ള ആ ഒരു സോങ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പീച്ചുകളോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പീച്ച് മാത്രം അയച്ചു കൊടുക്കാം, വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആക്കി വെക്കാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം. ഇപ്പോൾ ഞാൻ ആ വീഡിയോ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ ഈ ഒരു വീഡിയോക്കകത്തുള്ള വോയിസ് മാത്രമാണ് വാട്സപ്പിലേക്ക് എനിക്ക് സ്റ്റാറ്റസ് വെക്കേണ്ടതെങ്കിൽ ആ വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ പെൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു കളർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പം കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഭാഗത്ത് വീഡിയോ മറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത കളർ മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്താൽ വോയിസ് കേൾക്കാൻ സാധിക്കും. പക്ഷേ വീഡിയോ പ്ലേ ചെയ്യാതെ നമുക്ക് ആ വോയിസ് മാത്രം കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ന്യൂസിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ മറച്ചു വെച്ചു, അതിലുള്ള വോയിസ് മാത്രം നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആക്കി. ഇനി ഇവിടെ സെൻഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏറ്റവും മുകളിലുള്ള ഇമോജി സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്ക്രീനിൽ നമ്മൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിതുപോലെ ഒരു ഇമോജി ഇതിലേക്ക് ആഡ് ചെയ്തു. ഇത് 2 വിരൽ ഉപയോഗിച്ചുകൊണ്ട് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും തിരിച്ചു വെക്കാനൊക്കെ നമുക്ക് സാധിക്കും. മാത്രമല്ല നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ടെക്സ്റ്റ് ചെയ്യാനും ആ ടെക്സ്റ്റ് നമുക്ക് കളർ ചേഞ്ച് വരുത്താനൊക്കെ സാധിക്കും. ഇതുപോലെ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ചെറുതാക്കാനും അതുപോലെ തന്നെ അത് വലുതാക്കാനൊക്കെ സാധിക്കും. നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടി
ഈ കളർ ലൈനിൽ നിന്ന് താഴോട്ടൊന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ആവശ്യമുള്ള കളർ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ സെലക്ട് ചെയ്ത് നമുക്ക് ആ കളറിൽ നിന്ന് നേരെ സ്ക്രീനിലോട്ട് വിരൽ കൊണ്ടുവരുമ്പോൾ കാണാൻ സാധിക്കും. ആ ഒരു പോയിന്റ് ഡോട്ട് ഇങ്ങനെ പോകുന്നതനുസരിച്ച് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സ്റ്റൈലുകളൊക്കെ മാറുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ സ്ക്രീനിലൂടെ, അതായത് ഈ ഒരു കളർ ലൈനിൽ നിന്ന് നേരെ കളർ സെലക്ട് ചെയ്തുകൊണ്ട് നേരെ വിരൽ ടച്ച് വിടാതെ തന്നെ മൊബൈൽ സ്ക്രീനിലൂടെ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിരൽ ഇങ്ങനെ ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ എഴുതിയ ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സ്റ്റൈൽ നമുക്ക് ഭംഗിയാക്കാൻ സാധിക്കും. അപ്പോൾ വാട്സപ്പിനകത്തുള്ള 3 ടിപ്സുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.